ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഈ പരസ്യവാചകം ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ മായാതെ നിന്നിരുന്ന ഒന്നാണ്. ഈ വാചകം അറ്റ്ലസ് ജ്വല്ലറിയുടെ സ്ഥാപകൻ എം രാമചന്ദ്രനെ മലയാളികൾക്ക് സുപരിചിതനാക്കി. വെളുത്ത കോട്ടും പോക്കറ്റിൽ ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹം ടെലിവിഷൻ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വെറും ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി അദ്ദേഹം മലയാളികളുടെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ സാർ ആയിരുന്നു. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് സ്വർണ്ണ വ്യാപാരത്തിലേക്കും പിന്നീട് സിനിമ, റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ തുടങ്ങിയ വിവിധ മേഖലകളിലേക്കും കടന്ന് 1000 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഈ മനുഷ്യന്റെ ജീവിതം ഒരു വിജയഗാഥയായിരുന്നു. ഒരു കൊടുങ്കാറ്റിൽ എന്ന പോലെ ആ സാമ്രാജ്യം തകർന്നടിഞ്ഞു. വിജയത്തിൽ നിന്ന് പരാജയത്തിലേക്കും പ്രശസ്തിയിൽ നിന്ന് ജയിൽവാസത്തിലേക്കും ഒടുവിൽ മരണത്തിലേക്കും നയിച്ച ശ്രീ രാമചന്ദ്രന്റെ ജീവിതകഥ ബിസിനസ് ലോകത്ത് ഒരു പാഠപുസ്തകമായി ഇന്നും നിലകൊള്ളുന്നു. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ 1942 ജൂലൈ 31-നാണ് മധുക്കര മുത്തേടത്ത് രാമചന്ദ്രൻ എന്ന രാമചന്ദ്രൻ ജനിച്ചത്. പരേതനായ വി കമലാകര മേനോന്റെയും രുക്മിണി അമ്മയുടെയും മകനായിരുന്ന അദ്ദേഹം പഠനത്തിൽ മിടുക്കനായിരുന്നു. സാഹിത്യത്തിലും അക്ഷരശ്ലോകത്തിലും ചെറുപ്പം മുതലേ താല്പര്യം കാണിച്ചിരുന്ന രാമചന്ദ്രൻ ഒരു കലാകാരന്റെ മനസ്സോടെയാണ് വളർന്നു വന്നത്. പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ബാങ്കിംഗ് മേഖലയിൽ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കാനറ ബാങ്കിലും പിന്നീട് SBTയിലും ഉദ്യോഗസ്ഥനായി അദ്ദേഹം പ്രവർത്തിച്ചു. ഡൽഹിയിലെ കാനറ ബാങ്ക് ശാഖയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് കോട്ടും സ്യൂട്ടും അദ്ദേഹത്തിന്റെ വേഷത്തിന്റെ ഭാഗമാകുന്നത്. ജോലിയുടെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ ബാങ്ക് ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല. വലിയ സ്വപ്നങ്ങളുള്ള ഒരു സംരംഭകന്റെ മനസ്സായിരുന്നു അദ്ദേഹത്തിന്റേത്. 1970-കളിൽ അദ്ദേഹം ബാങ്ക് ജോലി രാജിവെച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചു. കുവൈത്തിൽ ഒരു ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും 1980-കളുടെ അവസാനത്തോടെ അദ്ദേഹം ആ ജോലിയും ഉപേക്ഷിച്ച് സ്വന്തമായി സ്വർണ്ണ വ്യാപാരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അറ്റ്ലസ് ജുവലറി ഗ്രൂപ്പിന്റെ പിറവി. കുവൈത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് അറ്റ്ലസ് എന്ന പേര് ലഭിക്കുന്നത്. ഒരു പാലസ്തീനിയൻ ഉദ്യോഗസ്ഥനാണ് ഈ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ മധുക്കര മുത്തേടത്ത് രാമചന്ദ്രൻ അറ്റ്ലസ് രാമചന്ദ്രനായി മാറി. 1990-ൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അറ്റ്ലസ് ജുവലറിയുടെ ബിസിനസ്സിന് വലിയ തിരിച്ചടി നേരിട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം തന്റെ ബിസിനസിന്റെ ആസ്ഥാനം ദുബായിലേക്ക് മാറ്റി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക തീരുമാനമായിരുന്നു. ദുബായിൽ നിന്ന് അറ്റ്ലസ് ജുവലറി വളർന്നു പന്തലിച്ചു. ദുബായിൽ നിന്ന് അറ്റ്ലസ് ജുവലറി ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങും വ്യാപിച്ചു. സൗദി അറേബ്യ, കുവൈത്ത്, UAE എന്നിവിടങ്ങളിലായി 50ഓളം ഷോറൂമുകൾ സ്ഥാപിച്ചു. പിന്നീട് കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അറ്റ്ലസ് ജുവലറി ഷോറൂമുകൾ തുറന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകം ഓരോ മലയാളിയുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ശ്രീ രാമചന്ദ്രൻ തന്നെ ഈ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. സ്വർണ്ണ വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ രാമചന്ദ്രൻ മറ്റ് ബിസിനസ് മേഖലകളിലേക്കും തന്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചു. ഒമാനിൽ അറ്റ്ലസ് ഹെൽത്ത് കെയർ എന്ന പേരിൽ ആശുപത്രികൾ സ്ഥാപിച്ചു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അദ്ദേഹം വലിയ നിക്ഷേപങ്ങൾ നടത്തി. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ചന്ദ്രകാന്ത ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. വൈശാലി, സുഹൃതം, ധനം തുടങ്ങിയ മികച്ച മലയാള സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അറബിക്കഥ, മലബാർ വെഡ്ഡിംഗ്, ടു ഹരിഹർ നഗർ, സുഭദ്രം, ആനന്ദ ഭൈരവി തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. ഹോളിഡേയ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്യുകയും ചെയ്തു. ദുബായിൽ സ്വന്തമായി അറ്റ്ലസ് സ്റ്റുഡിയോയും അദ്ദേഹം സ്ഥാപിച്ചു. സാഹിത്യത്തിലും അക്ഷരശ്ലോകത്തിലുമുള്ള താല്പര്യമാണ് ദുബായിലും തൃശൂരിലും അക്ഷരശ്ലോക കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരു കാലത്ത് അറ്റ്ലസ് ഗ്രൂപ്പിന് 350 ദശലക്ഷം ദിർഹത്തിലധികം, അതായത് ഏകദേശം 1000 കോടി രൂപയിലധികം വാർഷിക വിറ്റുവരവ് ഉണ്ടായിരുന്നു. $1 ബില്യൺ മൂല്യമുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമായി അറ്റ്ലസ് വളർന്നു. ഈ വളർച്ചയുടെ പിന്നിൽ രാമചന്ദ്രന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് തകർച്ചയുടെ വിത്തുകൾ പാകപ്പെടുന്നത്. അറ്റ്ലസ് ജുവലറിയുടെ വളർച്ച അതിവേഗമായിരുന്നു. എന്നാൽ ഈ അതിവേഗ വളർച്ചയോടൊപ്പം ചില പാളിച്ചകളും സംഭവിച്ചു. റിയൽ എസ്റ്റേറ്റ്, സിനിമ തുടങ്ങിയ മേഖലകളിലെ അമിത നിക്ഷേപങ്ങൾ, ചില ബിസിനസ് തന്ത്രങ്ങളുടെ പരാജയം, കൂടാതെ സാമ്പത്തിക ഇടപാടുകളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ പോയത് എന്നിവയെല്ലാം പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. അടുപ്പമുള്ളവർ പറയുന്നതനുസരിച്ച് ആരെയും അമിതമായി വിശ്വസിക്കുന്ന പ്രകൃതമായിരുന്നു രാമചന്ദ്രന്റേത്. ഇത് അദ്ദേഹത്തിന് വിനയായി മാറിയെന്ന് പലരും കരുതുന്നു. സ്വന്തം സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളിൽ നേരിട്ട് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതും കണ്ണടച്ച് വിശ്വസിച്ച ചില സഹപ്രവർത്തകർ ചതിച്ചതും അദ്ദേഹത്തിന്റെ പതനത്തിന് കാരണമായി. വിവിധ ബാങ്കുകളിൽ നിന്ന് അറ്റ്ലസ് ഗ്രൂപ്പ് 1000 കോടി രൂപയിലധികം വായ്പ എടുത്തിരുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ബാങ്കുകൾ സെക്യൂരിറ്റി ചെക്കുകൾ ബാങ്കിൽ നിക്ഷേപിച്ചു. സ്വാഭാവികമായും ഈ ചെക്കുകൾ മടങ്ങി. ഇതോടെ ബാങ്കുകൾ രാമചന്ദ്രനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി.
മടങ്ങിയ ചെക്കുകളുടെ ആകെത്തുക 1000 കോടിയോളം വരുമെന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ. ഇത് അറ്റ്ലസ് രാമചന്ദ്രൻ ബാങ്കുകളെ 1000 കോടി പറ്റിച്ചു എന്ന രീതിയിൽ പ്രചരിച്ചു. എന്നാൽ ഈ തുകയുടെ ഏറിയ പങ്കും തിരിച്ചടച്ചുകൊണ്ടിരുന്നതുമായിരുന്നുവെന്ന് രാമചന്ദ്രൻ പിന്നീട് പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിൽ അതുപോലെ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പല അറബ് രാജ്യങ്ങളിലെയും പോലെ മുഴുവൻ വായ്പാ തുകയ്ക്കും ഒപ്പിട്ട ചെക്ക് ഉപയോഗിച്ചാണ് വായ്പകൾ ഉറപ്പാക്കുന്നത്. വായ്പാദാതാക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ചെക്ക് ഹാജരാക്കാം. അക്കൗണ്ട് ഉടമയ്ക്ക് മതിയായ ഫണ്ടില്ലാത്തതിനാൽ ഒരു ചെക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഒരു ക്രിമിനൽ വിഷയമാക്കി മാറ്റുകയും കടം തിരിച്ചുപിടിക്കാൻ കടക്കാരെ ജയിലിലാക്കുകയും ചെയ്യാം. എന്നാൽ മിക്ക വികസിത രാജ്യങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ സിവിൽ കേസുകളായി ആണ് കാണുന്നത്. മിഡിൽ ഈസ്റ്റിൽ പണലഭ്യത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പല ബിസിനസ് ഉടമകളും നിശബ്ദമായി രാജ്യം വിടുന്നു. എന്നാൽ തന്റെ ബിസിനസ് നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രാമചന്ദ്രൻ രാജ്യത്ത് തങ്ങി. 2015 ഓഗസ്റ്റ് 23-ന് ദുബായ് പോലീസ് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് എം രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്തു. ഇത് മലയാളികളെയും ബിസിനസ് ലോകത്തെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു. 3.40 കോടി ദിർഹമിന്റെ 2 ചെക്കുകൾ മടങ്ങിയ കേസിലായിരുന്നു ആദ്യ അറസ്റ്റ്. 2 മാസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം 2015 നവംബർ 12-ന് ദുബായ് കോടതി അദ്ദേഹത്തിന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഈ വിധി വന്നതോടെ മറ്റു ബാങ്കുകളും സ്വകാര്യ സ്ഥാപനങ്ങളും രാമചന്ദ്രനെതിരെ പരാതികളുമായി രംഗത്തെത്തി. 15-ലധികം ബാങ്കുകളിൽ നിന്ന് അറ്റ്ലസ് ഗ്രൂപ്പ് 550 ദശലക്ഷം ദിർഹം വായ്പ എടുത്തിരുന്നു. 5 കോടി ദിർഹമിന്റെ ചെക്കുകൾ മടങ്ങിയതുമായി ബന്ധപ്പെട്ട് 6 കേസുകളാണ് ദുബായിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. UAE ബാങ്കുകൾക്ക് പുറമെ ദുബായിൽ ശാഖകളുള്ള ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും അറ്റ്ലസ് ഗ്രൂപ്പ് വായ്പ എടുത്തിരുന്നു. ഈ പണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റും നിക്ഷേപിക്കാൻ ഉപയോഗിച്ചതാണ് വിനയായതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജയിൽവാസം രാമചന്ദ്രനെ ശാരീരികമായും മാനസികമായും തളർത്തി. ജയിൽ വസ്ത്രങ്ങളിൽ ഒതുങ്ങി ഏകാന്തതയിൽ കഴിയേണ്ടി വന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഏറെ സമയമെടുത്തു. ഈ സമയത്ത് കമ്പനിയിലെ ജീവനക്കാർ ഓരോരുത്തരായി വിട്ടുപോയി. UAE-യിലെ 19 ഷോറൂമുകളും ഇന്ത്യയിലെ പല ഷോറൂമുകളും ഒന്നൊന്നായി അടച്ചുപൂട്ടേണ്ടി വന്നു. ആയിരക്കണക്കിന് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമായി. അറ്റ്ലസ് ജുവലറി എന്ന ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. രാമചന്ദ്രന്റെ ഭാര്യ ഇന്ദിര രാമചന്ദ്രൻ ഈ കാലഘട്ടത്തിൽ വലിയ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയത്. വാടക അടയ്ക്കാൻ പോലും പണമില്ലാതെ ഏതു നിമിഷവും താനും അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ശമ്പളം ലഭിക്കാനുള്ള തൊഴിലാളികൾ വീട്ടിൽ വന്ന് പണം ആവശ്യപ്പെട്ടതും ജുവലറികളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ചെറിയ തുകയ്ക്ക് വിറ്റ് കടങ്ങൾ വീട്ടാൻ ശ്രമിച്ചതുമെല്ലാം അവർക്ക് വലിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി. ജയിലിൽ രാമചന്ദ്രൻ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തന്നെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. രാമചന്ദ്രന്റെ മോചനത്തിനായി കുടുംബവും സുഹൃത്തുക്കളും വലിയ ശ്രമങ്ങൾ നടത്തി. കേന്ദ്ര സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇടപെടലുകൾ ഈ വിഷയത്തിൽ നിർണായകമായിരുന്നു. അന്നത്തെ വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ്, BJP നേതാവ് രാം മാധവ് തുടങ്ങിയവർ രാമചന്ദ്രന്റെ മോചനത്തിനായി ഇടപെട്ടു. ബാങ്കുകളുമായി ഒത്തുതീർപ്പിലെത്താനുള്ള ചർച്ചകൾ നടന്നു. കടം വീട്ടുന്നതിനായി ഒമാനിലെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള തന്റെ ആസ്തികൾ കുറഞ്ഞ വിലക്ക് വിൽക്കേണ്ടി വന്നതിൽ രാമചന്ദ്രൻ പിന്നീട് ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. 22 ബാങ്കുകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് കേസുകൾ ഉണ്ടായിരുന്നത്. ഇതിൽ യൂണിയൻ നാഷണൽ ബാങ്ക്, ദോഹ ബാങ്ക്, മഷ്രിഖ് ബാങ്ക് തുടങ്ങിയ ചില ബാങ്കുകൾ ഒത്തുതീർപ്പിന് തയ്യാറാകാതിരുന്നത് അദ്ദേഹത്തിന്റെ ജയിൽവാസം നീണ്ടുപോകാൻ കാരണമായി. ഒടുവിൽ രാമചന്ദ്രൻ ജയിൽ മോചിതനായി 6 മാസത്തിനുള്ളിൽ കടം തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് മോചനം സാധ്യമായത്. 3 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം 2018 ജൂൺ 9-ന് രാമചന്ദ്രൻ ജയിൽ മോചിതനായി. രാമചന്ദ്രൻ ജയിലിലായതിന് കാരണമായ നിയമത്തിൽ പിന്നീട് മാറ്റങ്ങൾ വന്നു. 2022 ജനുവരി 2-ന് UAE ഫെഡറൽ നിയമത്തിൽ വലിയൊരു മാറ്റം വരുത്തി. ബൗൺസ് ചെക്കുകൾ ക്രിമിനൽ കേസുകളായി മാറുന്ന നിയമത്തിൽ ഒരു പ്രധാന ഭേദഗതി വരുത്തി. ദുബായിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ തയ്യാറായില്ല. ജയിൽ മോചിതനായ ശേഷം അറ്റ്ലസ് രാമചന്ദ്രൻ തിരിച്ചുവരവിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പരീക്ഷണങ്ങൾ പുതുമയല്ലെന്നും കുവൈത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുള്ള പലായനത്തിനു ശേഷം പടുത്തുയർത്തിയ ജീവിതത്തിന് ഇപ്പോൾ നേരിട്ട തിരിച്ചടി താൽക്കാലികമാണെന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാമെന്നും ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അത്ര എളുപ്പമായിരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളും നിയമ നടപടികളും അദ്ദേഹത്തെ പിന്തുടർന്നു. 2022 ഏപ്രിലിൽ വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറ്റ്ലസ് രാമചന്ദ്രന്റെ 57.45 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. സ്വർണം, വെള്ളി, രത്നാഭരണങ്ങൾ, ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. രാമചന്ദ്രന്റെയും ഭാര്യ ഇന്ദിരയുടെയും സ്വത്തുക്കൾക്ക് പുറമെ അറ്റ്ലസ് ജുവലറി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. മുംബൈ, ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലെ ജുവലറി ഷോറൂമുകളിൽ നടത്തിയ പരിശോധനയിൽ നേരത്തെ 26.50 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. 242 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നത്.
ഈ നിയമപരമായ നടപടികളും സാമ്പത്തിക പ്രതിസന്ധികളും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി. ഒരിക്കൽ 1000 കോടിയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത രാമചന്ദ്രന് തന്റെ ബിസിനസ് പൂർണ്ണമായി പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദങ്ങളും അറ്റസ് രാമചന്ദ്രനെ തളർത്തിയിരുന്നു. 2022 ഒക്ടോബർ 2 രാത്രി ദുബായിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകം ഒരിക്കൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അത് ഒരു മനുഷ്യൻ എങ്ങനെ വിജയത്തിൽ നിന്ന് പരാജയത്തിലേക്കും പ്രശസ്തിയിൽ നിന്ന് അജ്ഞതയിലേക്കും വീഴുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി മാറി. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബിൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.